ഇടിക്കല്ലേ ബഹളം വെക്കല്ലേ? അയ്യോ, ആരും ബഹളം വെക്കരുത്. അകത്ത് രാമനാഥ മാഷ് ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ. ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ എന്റെ പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കയ്യിൽ ഒരു പാത്രം പിടിച്ചോണ്ട്. സൂചി കുത്താൻ ഇടവില്ലല്ലോ. നീ വന്നേ. അവിടെ നിൽക്ക. അവസാനം വന്നവൻ ക്യൂവിന്റെ അറ്റത്ത് നിൽക്കുക. അതിക്രമിച്ച് കയറ്റാൻ പാടില്ല. ഇതെന്താ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക? അതെ, ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുക. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് വരാം. മീനാക്ഷി എന്താടി കൊണ്ടുവന്നേക്കണേ? ഓ, ഒന്നുമില്ല. ഇത്തിരി പാൽപ്പായസ. വല്യമ്മയുടെ കയ്യിലെന്താ? എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ടിത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും വേണമെന്നില്ല. എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി. അത് ശരി. അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്തിന്റെ തിരുമേനി അടുക്കളന്ന് പുറത്തിയാടിച്ച്? നീ വിഷമിക്കണ്ട കുട്ടിയെ. നമ്മുടെ കടല പ്രവന കടത്തിവെട്ടാൻ ഒരു വിഭവത്തിനാവില്ല. മെനിഞ്ഞാന്നേ ഉണ്ടാക്കിയിരിക്കണോ? അയ്യേ, അപ്പൊ മെനിഞ്ഞാന്നേ ഉണ്ടാക്കിയ പ്രഥമന കൊണ്ടുവന്നേ. അത് വലിച്ചു പോയില്ലേ? നമ്മളി പൊളിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? എല്ലാരും കൂടി വലിഞ്ഞു കയറി ചെന്ന വല്യേട്ടന് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞ പോരെ? അത് വേണ്ട. വല്യേട്ടൻ എല്ലാവർക്കും ഒരുപോലെയാ. ഒരുമിച്ച് സംസാരിച്ചാ മതി അല്ലേ? വേണ്ട, ആരും ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. മാറ്. വല്യേട്ടനെ ഒന്ന് കണ്ടോട്ടെ രാമനാഥ. ആരെയും ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്ന കാരണോട് കർശനമായിട്ട് കൽപ്പിച്ചിരിക്കുക. പ്ലീസ് വെയിറ്റ്. എന്താതൊക്കെ? അടപ്രധാനല്ലേ? പാലടയാ. പാലട. മൂപ്പരിപ്പതൊന്നും കഴിക്കാനുള്ള മൂടിലല്ല കുട്ട. ഇതൊക്കെ മേടിച്ച് നമ്മുടെ മുറിയിലേക്ക് വെച്ചേക്ക. അദ്ദേഹം വലിയ ടെൻഷനില്ല. എന്താ രാമനാഥ? സപ്തതി ആഘോഷം അടുത്ത് വരികയല്ലേ. അനന്തരാവകാശം തിരഞ്ഞെടുക്കണ്ടേ? നിസ്സാര കാര്യ. ഞങ്ങൾ അതേ കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി. എന്നോട് അഭിപ്രായം ചോദിച്ചു. ഇതൊന്ന് തിന്നോട്ടേപ്പാ. എന്തു പറയാൻ, പലതും ഉരുത്തിരിഞ്ഞു. എന്തായാലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന കിട്ടിയിരിക്കണേ? പറയാം. ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ. ആരാണാവോ പുതിയ അവകാശി? രാമനാഥ, സ്വല്പം സ്പീഡ് കൂട്ടിക്കോ. ഇതെന്താ ആനമൂത്രം ഒഴിക്കും പോലെ? കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. പിന്നെന്താ മീനാക്ഷി, കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. മോനെ രാമനാഥ, എന്താ പറയാമെന്നേ. വഴി മന്ത്രിയുടെ പിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? രാമകൃഷ്ണൻ. കുലീനത്വം, തറവാടിത്തം, കാര്യശേഷി, കുശാഗ്രബുദ്ധി, ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. അതാരാ? ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരാളുണ്ട്. ഇനിയിപ്പോ ആള് തന്നെ വേണോ ഇല്ല മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങള്. ചിലപ്പോ അത് കുഞ്ഞുലക്ഷ്മി അമ്മ ആയിക്കോടുന്നില്ല. അയ്യോ, എന്റെ പരദൈവങ്ങളെ, വല്യേട്ടന്റെ ഒരു കാരുണ്യോ ആവണമെന്നില്ല. കാർത്തിയാനി അമ്മയാകാം. അയ്യോ, ഞാനോ? ശത്രുവേട്ടനാകാം, ശങ്കരൻകുട്ടി ചേട്ടനാകാം, തിരുമേനിയാകാം. എന്തിന് കോന്തുണ്ണി മാമയ്ക്ക് വരെ ചാൻസ് ഉണ്ട്. അയ്യോ, അപ്പൊ ചുരുക്കത്തിൽ എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. എന്നാലോട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് അതേലിട്ട കോണാമ്പോൾ. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. സപ്തതി ആഘോഷ ദിവസം ഞാനാണ് അനന്തരാവകാശി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാലോ? അങ്ങനെ ആര് വരാനാ? കാരണം ഒരു ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആ ബ്രഹ്മചര്യത്തിന് ഒരു വീഴ്ച വന്നിട്ട് ഒരു അവകാശി ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മകൻ. അല്ല, അങ്ങനെ ചിരിച്ചു തള്ളാൻ പറ്റിയ വിഷയമല്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സകല തെളിവുകളും റെക്കോർഡുകളും ഒക്കെ ആയിട്ട് അവസാന നിമിഷം ഒരുത്തൻ രംഗപ്രവേശം ചെയ്താലോ? വരണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക? അങ്ങനെ ഒരുത്തം വന്ന അറ്റ കൈ തന്നെ പ്രയോഗിക്കും. രാമനാഥ, ഞങ്ങൾ അവനെ തട്ടി. അപ്പം മരണം ഉറപ്പമേ. ഈ പ്രതിസന്ധി എനിക്ക് താങ്ങാനാവുന്നില്ല. കഴിയുന്നത്ര ശ്രമിച്ചു സപ്തതി ഒഴിവാക്കാൻ. എനിക്കൊരു മകനുള്ളപ്പോ മറ്റൊരാളെ എങ്ങനെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും? പെങ്ങന്മാരുടെയും അനന്തരങ്ങളുടെയും മുഖത്ത് നോക്കി എനിക്കൊരു മകനുണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ടത് പറയാനാവില്ല. ഞാൻ ധർമ്മസങ്കടത്തില. അമ്മാമ്മ കൈയേൽപ്പിച്ച തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോവുകയേ നിവൃത്തിയുള്ളൂ. എല്ലാം വിട്ടൊഴിഞ്ഞ് ഞാൻ യാത്രയാകുന്നു. മാപ്പ്, മാപ്പ് അമ്മാമേ, മാപ്പ്. അങ്ങിങ്ങോട്ട്. ഇത് ഭീരുത്വമാണ്. സപ്തതി ആഘോഷത്തിന്റെ ക്ഷണക്കത്ത് മുഴുവൻ അടിച്ചു കഴിഞ്ഞു. മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി.
ആ മുഹൂർത്തം നാട്ടുകാർ ഉറ്റു നോക്കിയിരിക്കുക. നാട്ടുകാർക്കല്ല, നിനക്കാണതിൽ താല്പര്യം, നിനക്കാണ് നേട്ടം. അങ്ങ് ക്ഷോഭിക്കരുത്. സ്വാഗത സംഘവും കമ്മിറ്റിയും ഒക്കെ നിന്റെ ബുദ്ധിയല്ലേ? ബുദ്ധി മാത്രമല്ല, എന്റെ ഉത്തരവാദിത്വം കൂടിയാ. ഈ സപ്തതി നടന്നില്ലെങ്കിലേ നാട്ടുകാരോട് സമാധാനം പറയേണ്ടത് ഞാനാ. അങ്ങ് പോയി കിടന്നാട്ടെ. ജസ്റ്റിസ് വിളിച്ചിരുന്നു, മന്ത്രി നാളെ വരും. ഇതൊക്കെ അവരറിഞ്ഞാലുള്ള ഭവിഷ്യത്ത്. കടന്നു പോണ്ടോ? ഇല്ല, അങ്ങ് എങ്ങോട്ടും പോവില്ല. നേരം വെളുക്കുവോളം കണ്ണിൽ എണ്ണ ഒഴിച്ചാൽ ഇവിടെ കാവലിരിക്കും. പ്ലീസ് അങ്ങ് പോയി കിടന്നാട്ടെ. ആ മനുഷ്യനെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത്. കുറച്ച് വേദനിക്കട്ടെ. 30 വർഷം എന്റെ അമ്മ വേദനിച്ചതല്ലേ, ഒരു പങ്ക് അനുഭവിക്കട്ടെ. രാമനാഥ, അമ്മാമ്മ വിഷമിക്കാതിരിക്കുക. എല്ലാം ശുഭമായി തന്നെ കലാശിക്കും. പക്ഷേ രാമനാഥ, നിന്റെ മനസ്സിലിപ്പോ നടക്കില്ല. മാതൃകാധ്യാപകൻ, മികച്ച വ്യവസായ പ്രമുഖൻ, സാമൂഹ്യ സേവകൻ, കവി എന്നീ നിലകളിൽ രാഷ്ട്രപതിയിൽ നിന്നും സമുന്നതരായ ദേശീയ നേതാക്കളിൽ നിന്നും പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയിട്ടുള്ള മഹത് വ്യക്തിയാണ് പയ്യാരത്ത് പത്മനാഭൻ നായർ. കലാ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും പ്രത്യേകം സ്തുത്യർഹങ്ങളാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നാടിന്റെ നാനാമുഖമായ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണഭൂതനായ പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ജസ്റ്റിസ് രാമമൂർത്തിയെ ക്ഷണിച്ചോളുന്നു. പരമമായ സത്യം വെളിപ്പെടുത്തേണ്ട മുഹൂർത്തം അടുത്തു കഴിഞ്ഞു. മറക്കരുത്. സത്യം വദ, ധർമ്മം ചര. സംപൂജ്യനും എന്റെ ഗുരുനാഥനുമായ പയ്യാരത്ത് പത്മനാഭൻ നായർ സർ, ഓണറബിൾ മിനിസ്റ്റർ, മറ്റ് വിശിഷ്ടാതിഥികളെ, സർവകലാ വല്ലഭൻ, പണ്ഡിതൻ, പൊതുകാര്യ പ്രസക്തൻ, വ്യവസായി, മനുഷ്യസ്നേഹി, ഉദാരമതി എന്നിങ്ങനെ അദ്ദേഹം അർഹിക്കുന്ന വിശേഷണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. സ്വന്തമായൊരു വ്യക്തി ജീവിതം ത്യജിച്ചുകൊണ്ട് സഹോദരിമാർക്കും അനന്തരവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും അങ്ങനെ 3 തലമുറകൾക്ക് ഉത്തമ മാതൃകയായി ജീവിക്കുന്ന അഭൗമ പ്രതിഭാസമാണ് അദ്ദേഹം. സാത്വിക ത്യാഗിയാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു സാത്വിക ത്യാഗിയാകാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? അദ്ദേഹം മുറുകെ പിടിച്ച ജീവിത മൂല്യങ്ങൾ, നിഷ്ഠ, ബ്രഹ്മചര്യ വ്രതം. ദ്വാപരയുഗത്തിലെ ഭീഷ്മർ കഴിഞ്ഞാൽ നമ്മൾ അടങ്ങുന്ന ഈ സമൂഹത്തിൽ നമ്മൾ അറിയുന്ന ഒരു നിത്യബ്രഹ്മചാരിയേ ഉള്ളൂ. അത് കലിയുഗ ഭീഷ്മരായ പയ്യാരത്ത് പത്മനാഭൻ നായരാണ്. അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാൻ ഞാൻ ആളല്ല. മനുഷ്യരൂപം ധരിച്ച അവതാര പുരുഷനായ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുന്നു. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പത്മനാഭൻ നായരുടെ സഹോദരിമാരിൽ മൂത്തവളും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസും കവയത്രിയുമായ ശ്രീമതി കുഞ്ഞുലക്ഷ്മി അമ്മയെ അവർ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ മംഗളപത്രം വായിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ജനങ്ങൾ അങ്ങയുടെ നാവിൽ നിന്നും സത്യം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. അടുത്തത് അങ്ങയുടെ ഊഴമാണ്. സത്യമേവ ജയതേ. പുകഴ് നിറയും തറവാടിന് പൂമുഖമണി ദീപം, വാത്സല്യത്തണലേകും വരകൽപ്പക വൃക്ഷം, അഭിമാനം കൊടിയേറും കനകധ്വജ പുണ്യം, ഇരുചൂഴും പ്രതിസന്ധിയിൽ ഒരു ദീപസ്തംഭം, മഹിമകൾ തൻ കൊടുമുടിയായി മരുവുന്നൊരു ധീമൻ, കടലിളകും നേരത്തും കഠിനവ്രതശീലൻ, 840 പൗർണമിയുടെ ഉദയം, എന്നും തവ സപ്തതിയായി പുലരേണം സദയം. അനുഗ്രഹീതമായ വാഗ്ധോരണി കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാനും അനന്തരാവകാശിയെ പ്രഖ്യാപിക്കാനും പയ്യാരത്ത് പത്മനാഭൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു.
സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിന് മറുപടി പറയാൻ എനിക്ക് വാക്കുകളില്ല. വാക്ക് സരസ്വതിയാണ്, അത് അളന്ന് വേണം പ്രയോഗിക്കാൻ. എന്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ സാത്വിക ത്യാഗിയാണെന്ന്. ആണോ? ഞാൻ സാത്വിക ത്യാഗി അല്ല, കർമ്മയോഗിയല്ല, ഭീഷ്മരല്ല. പയ്യാരത്ത് പത്മനാഭൻ നായർ ഒരു സാധാരണ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒട്ടേറെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യാനും ചെയ്തു തീർക്കാനും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന കർമ്മം എനിക്ക് ബാക്കിയുണ്ട്. പയ്യാരത്ത് തറവാടിന്റെ താക്കോൽ, ദി സാഡിൽ, കടിഞ്ഞാൺ കൈമാറണം. ആർക്ക്? മരുമക്കത്തായം അപ്രായോഗികമായ ഈ കാലഘട്ടത്തിൽ എന്റെ അനന്തരവർക്കോ സഹോദരിമാർക്കോ ആർക്ക്? അതിനുത്തരം ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒളിച്ചോടാനാവുന്നില്ല. എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയൊരു മകനില്ലല്ലോ. ഉണ്ട്, എനിക്കൊരു മകനുണ്ട്. എന്റെ കാര്യസ്ഥൻ അല്ല, സുഹൃത്ത്, ആത്മാവ്, എന്റെ എല്ലാമായ ശങ്കുണ്ണിയുടെ സഹോദരി സൗദാമിനിയിൽ എനിക്ക് പിറന്ന മകൻ രാമനാഥൻ. അച്ഛാ, നന്ദി, 1000 നന്ദി. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എന്റെ അമ്മയുടെ അടുത്തേക്ക്. എടാ രാമനാഥ, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്നല്ല അയാളെ തന്തയുടെ തന്ത പറഞ്ഞാലും നിന്നെ ഇനി തറവാട്ടിൽ താമസിപ്പിക്കില്ല. എടാ, ആണത്തമില്ലാഞ്ഞിട്ടല്ലടാ അന്നേ നിന്നെ ഇറക്കി വിടാത്തത്. ഇയാളെ അനുസരിച്ചിട്ടാ ദൈവത്തെ പോലെ ആരാധിച്ചു. ഇപ്പോഴാ മനസ്സിലായത് ചെട്ടിയാണെന്ന്. ഇപ്പൊ തന്ത കൂട്ടിനുണ്ടെന്ന ധൈര്യമാവും നിനക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എടാ, അപ്പ കണ്ടവൻ അച്ഛാന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഓ, ഇനി അനന്തരമാരും വേണ്ടല്ലോ. ഞങ്ങളൊക്കെ പുറത്ത്, മകനകത്ത്. ഇത് നടക്കില്ല. അയാളെവിടെ? അയാളെവിടെ? വിടി. മംഗളപത്രം, സാത്വികത്യാഗി, കർമ്മയോഗി. ഈശ്വര, ഇത് എഴുതി എന്റെ കൈ ഒടിഞ്ഞു പോട്ടെ. ദുഷ്ട, നിങ്ങൾ മുടിഞ്ഞു പോകും. കുഞ്ഞുലക്ഷ്മി, വിളിക്കരുതെങ്ങനെ? അങ്ങനെ വിളിക്കാൻ അവകാശപ്പെട്ടയാൾ മരിച്ചുപോയി. കുഞ്ഞുലക്ഷ്മി അമ്മേ, താൻ മിണ്ടി പോരുത്. കൂട്ടിക്കൊടുക്കുവാനാ താൻ. ഞങ്ങളുടെ സംബന്ധക്കാരോടൊക്കെ എന്താ മറുപടി പറയേണ്ടത്? നീ ഒന്നും പറയണ്ടടി. ഓന്തുണ്ടിയാലും നീ ഉറങ്ങില്ല. എന്തായിരുന്നു വയ്യാരത്തെ പെണ്ണുങ്ങളുടെ അഹങ്കാരം? വലിയ മാമ ദൈവാണ്, വലിയേട്ടൻ കോപ്പാണ്. അയ്യോ, നിന്നെ ഞാൻ. മനസ്സിലായി പയ്യാരത്തെ അന്തസ്. എവിടെയോ കിടന്നൊരു തെണ്ടി അവകാശിയാണ് പോലും. ഞങ്ങളൊക്കെ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നവരാ. ഒളിച്ചും പാത്തും മക്കളെ. ഓ, ഒരു തറവാട്ട് പാരമ്പര്യം. എന്തൊക്കെയായിരുന്നു നിയമങ്ങള്? പുകവലിച്ചുകൂടാ, മദ്യപിച്ചുകൂടാ, മീശ വെച്ചുകൂടാ. ഇതാവല്ലേ? ഇനി ഇയാളോട് എന്താ പറയാനുള്ളത്? ഇന്ന് ഇയാളുടെ സ്ഥാനം ഉണ്ടല്ലോ. എടോ, പയ്യാരത്തെ പട്ടിക്ക് തുല്യമാ. മതി, ഇനി എന്റെ വല്യമ്മയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു പോരുത്. നന്ദി കിട്ടു വർഗം. പോടി അവിടുന്ന്. ആർക്കാടി നന്ദി വേണ്ടത്? ഈ കുടുംബത്തോട് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി ചെയ്യുമായിരുന്നോ? മക്കളെന്നും പറഞ്ഞ് തെണ്ടി തെന്നി വരാൻ ഇനിയുണ്ടോ ആരെങ്കിലും? നാടിനുള്ള സംബന്ധം കാണാൻ കെട്ടവൻ. പറഞ്ഞില്ലല്ലോ ആരും ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ. അവളേക്ക് പാർപ്പിച്ചുകൂടായിരുന്നു. ചെയ്യായിരുന്നു, മോഹം ഉണ്ടായിരുന്നു, അതിനുള്ള മനസ്സുണ്ടായിരുന്നു, ചെയ്തില്ല. ഈ തറവാടിനെ ഓർത്ത്, നിങ്ങളെ ഓർത്ത്, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ഇനി ഭഗവത്ഗീത പദ്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ വായിന്ന് ഭരണിപ്പാട്ട് കേൾക്കും. അമ്മായി, പറയേണ്ടത് അങ്ങോട്ട് പറയേ. അതെ, ഞങ്ങളെ അടക്കി ഭരിച്ചതൊക്കെ മതി. ഇനി താങ്ങും തണലും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. ഞങ്ങളുടെ ഓഹരി കൂടെ വീതം വെച്ച് തന്നേക്ക. ഭാഗം വെക്കുന്നതൊക്കെ കൊള്ളാം. ഇന്നലെ കേറി വന്ന ഈ തെണ്ടിക്കും ഇവന്റെ പിഴച്ച തള്ളയ്ക്കും സൂചി കുത്താനുള്ള വക പോലും കൊടുക്കാൻ പാടില്ല.
30 വർഷം ഞാനിത് കേട്ടതാ. ഇനി വയ്യ. ഇനി ആരെങ്കിലും ഇത് പറഞ്ഞാലുണ്ടല്ലോ ആ നാവ് ഞാൻ മുറിക്കും. തിരിച്ചു പോണെന്ന് തന്നെയായിരുന്നു ഈ നിമിഷം വരെ. പക്ഷെ ഇനി പോകുന്നില്ല. തന്തയ്ക്ക് പറഞ്ഞവരാ ഞാനും. എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ പയ്യാരത്തെ സന്തതിയാണെന്ന്. എന്റെ അമ്മയ്ക്കും എനിക്ക് അവകാശപ്പെട്ടതൊക്കെ കഴിഞ്ഞിട്ട് നിനക്കൊക്കെ തറവാട്ടിലുള്ളൂടാ. പത്മനാഭൻ നായരുടെ മോനാണ് ഞാനെങ്കിൽ ഞാനത് മേടിച്ചിരിക്കും. നീ മേടിക്കലടാ പട്ടി. നോക്ക് നിൽക്കുന്നോ? തല്ലി കൊല്ലടാ അവനെ. നിർത്തി. ഇത്രയും കാലം പെങ്ങന്മാർക്കും അനന്തരവർക്കും വേണ്ടി ജീവിച്ച എനിക്ക് ഒരു മകനുണ്ടെന്നറിഞ്ഞപ്പോ സഹിക്കണില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ ഇഷ്ടം തന്നെ നടക്കട്ടെ. പെട്ടി മുറിച്ചേക്കാം, ഭാഗം വെച്ച് തന്നേക്കാം. ഓപ്പലെ ഒരു ഭാഗപത്രം. തറവാട് മില്ലുമാ വിലപ്പെട്ട സ്വത്തുക്കള്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഭാഗപത്രത്തിൽ പറഞ്ഞിട്ടില്ല. എടോ, എന്റെ 45ാമത്തെ വയസ്സില് ഈ വിദ്യാഭ്യാസത്തിനെ ഞാൻ കെട്ടിയത് ഇവരുടെ മോന്റെ കുടുംബമുഖമേ കണ്ടിട്ടല്ല, സ്വത്തിന് വേണ്ടി തന്നെയാ. ഒരൊലത്തിയ സിനിമ കൊട്ട എനിക്ക് പോരാ, ഈ തറവാട് തന്നെ വേണം. പറയണോ, തറവാട് ആർക്കാ ഞൊട്ടിയിരിക്കുന്നേ? അയ്യടാ, സംബന്ധക്കാരന്റെ ഒരു പൂതി. തറവാട്ടിലെ മൂത്ത സഹോദരി ഞാനാ. തറവാട് എനിക്ക് അവകാശപ്പെട്ടതാ. അത് ഈ ജന്മം ഞാൻ ആർക്കും വിട്ടു തരില്ല. ഓ, വയനാട്ടിലെ 300 ഏക്കർ എസ്റ്റേറ്റ് വിട്ടിട്ടും കിളവിയുടെ അത്യാഗ്രഹം കണ്ടില്ലേ? തറവാട് മീനാക്ഷിക്ക് കിട്ടണമെന്നുള്ളത് ന്യായം. എന്ത് ന്യായം? എവിടെയും കുടുംബത്തിലെ ഇളയ സന്തതിക്ക തറവാട്. അപ്പൊ അതെനിക്ക് അവകാശപ്പെട്ട തന്നെയാ. എന്നിട്ട് ഔദാര്യം പോലെ എഴുതി വെച്ചേക്കണു ഒരു തുണിക്കട. ടൗണിന്റെ സെന്ററിൽ ഒരു തുണിക്കട കിട്ടിയാ പുളിക്കോ? അത് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്ക്. അയ്യടാ, അത്യാഗ്രഹം. കാതലായി ഭാഗമൊക്കെ കുഞ്ഞിലക്ഷ്മിക്കും മക്കൾക്ക് വേണ്ടി തള്ളിയിരിക്കല്ലേ? അമ്മുടി ഗേമി, ഓണം കയറാൻ മുള്ളിൽ ഒരു എസ്റ്റേറ്റ് എഴുതി തന്നതാ നിനക്ക് കടുത്ത പോയത്. വെറുതെ അല്ലടി നീ മച്ചയായി പോയത്. പയ്യാരത്തുകാരുടെ മില്ല് മില്ലാക്കിയതേ ഈ ശ്രീധരന്റെ കഴിവാ. എനിക്ക് പെട്രോൾ പമ്പ് മാത്രം പോരാ, മില്ലും കിട്ടണം. പറയണോ വക്കീലെ, മില്ലാർക്കാ? പറയാം, നിങ്ങളൊന്ന് സമാധാനപ്പെട്. താനൊരു കുന്തം പറയണ്ട. ശ്രീധര, തലയിരിക്കുമ്പോ വാലാടണ്ട. മില്ല് ഞാൻ ആർക്കും വിട്ടുതരില്ല. തറവാട് ഞാനും വിട്ടുതരില്ല. മില്ലും തറവാടും കുടുംബക്കാർക്ക് തന്നെയാ. സംബന്ധക്കാരും അതിന് മുട്ടണ്ട. സംബന്ധക്കാരെ ആക്ഷേപിച്ചാലുണ്ടല്ലോ താൻ എന്ത് ചെയ്യണോ? അടുത്തതിന്റെ പല്ല് തെറിപ്പിച്ച അത്രയ്ക്കായോ? എന്താ ഇത്? നിർത്ത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന നിയമപ്രശ്നമുണ്ട്. തറവാടും മില്ലും സംബന്ധിച്ചാണല്ലോ നിങ്ങളുടെ പ്രധാന തർക്കം. അത് ഭാഗപത്രത്തിൽ വ്യവസ്ഥ ചെയ്യാത്തതിനും കാരണമുണ്ട്. അതങ്ങോട്ട് പറഞ്ഞു തൊലക്കണോ? മില്ലും തറവാടും അടച്ചവില്ല. അടച്ചമില്ലോ? ആരാണ് അടച്ചത്? പയ്യാരത്ത് പത്മനാഭൻ നായർ. അതായത് മില്ലിന്റെയും തറവാടിന്റെയും ഭാഗപത്രം ഭദ്രമായി സീൽ ചെയ്ത് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ ലോക്കർ തുറക്കാനും വ്യവസ്ഥ വായിച്ചറിയാനും നിയമമുള്ളൂ. അതാണ് അടച്ചവില്ല്. അടച്ച ബില്ലുണ്ടാക്കി തന്റെ മുഖം അടച്ചും തരിക വേണ്ടത്. ബില്ലടച്ചെങ്കിലല്ലേ വ്യവസ്ഥ എഴുതി പിടിപ്പിച്ചതാണല്ലേ? സത്യം പറയടാ, തറവാടും മില്ലും ആർക്കാ? പറയണം. അത് രഹസ്യമാണ്, പുറത്ത് പറയാൻ പാടില്ല. തന്റെ ഒടുക്കത്തെ രഹസ്യം പറയണം. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ചങ്ങരക്കുട്ടി, എടാ, നാരായണ. ഗോവിന്ദക്കുട്ടി, ഏയ്, എടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? സ്വത്തിന് വേണ്ടി രക്തബന്ധം മറന്ന് ആരും ആളെടുക്കണ്ട. ആരും വഴക്കടിക്കുകയും വേണ്ട. എല്ലാം പോയി. മില്ല് റൈഡ് ചെയ്തൊന്ന്